ഓണം പ്രമാണിച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട്. അത് പോയിട്ട് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം സംബന്ധിച്ച് ഒരു കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതെ, ഒരു കാർ ഗിവ് കൊടുക്കുകയാണ്. അതും ഒരു മാരുതി ഇഗ്നിസ്. ഒരുപാട് പേര് ചോദിക്കുന്ന വണ്ടിയാണ് ഇഗ്നിസ്. അതെ അതെ, 2019 മോഡല്, നല്ല ബോഡി, 8 മോഡൽ. ഒരുപാട് പേര് നടക്കണതാണ് സ്കോർപിയോ. അപ്പോൾ 2016 മോഡൽ LXI വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന XUV 500 2012 ഡിസംബർ വണ്ടിയാണ്. എക്സെന്റ് 2014 2015. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഞാനുള്ള ട്രസ്റ്റ് ചോയ്സിലാണ്. എൻ്റെ അടുത്ത് മിൻരാജ് ബ്രോ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഓണത്തിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓണം പ്രമാണിച്ചുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ ട്രസ്റ്റ് ചോയ്സിൽ നമുക്ക് ഓണം പ്രമാണിച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട്. അത് പോയിട്ട് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം സംബന്ധിച്ച് ഒരു കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതെ, ഒരു കാർ ഗിവ് കൊടുക്കുകയാണ്. അതും ഒരു അത്യാവശ്യം ഒരു പ്രീമിയം, വലിയ ലക്ഷറി ആയിട്ടുള്ള ഒരു സെഡാൻ വാഹനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമ്മാനത്തിൽ ഒതുങ്ങുന്നില്ല. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നമ്മുടെ പേജിലായിരിക്കും വരുന്നത്. നമ്മുടെ കാർ ലിങ്ക് TV എന്നുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബ്രോ, അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ? ലോൺ 2012 മുതലാണ് ലോൺ കൊടുക്കുന്നത്. അതെ, ഡയറക്റ്റ് കോൺടാക്ട്. അപ്പോൾ നേരെ ഫസ്റ്റ് ഒരു ഓഫർ കൊടുക്കാൻ പറ്റിയ സ്വിഫ്റ്റ്. ഓഫർ കൊടുക്കാൻ പറ്റിയ സ്വിഫ്റ്റ് 2005 മോഡൽ, 2030 വരെ പേപ്പർ, 31 വരെ പേപ്പർ ഉണ്ട്. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അടിപൊളി വണ്ടി. എല്ലാ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, പെട്രോളാണ്. ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വരുന്നത്, ഫോട്ടോ പോറിന്റെ പോസ്റ്ററിംഗ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടി. ടയറൊക്കെ പുതിയതാ, പുത്തൻ ടയറുള്ള വണ്ടി. വളരെ ഓഫർ പ്രൈസിൽ ഒരു ആൾട്ടോയുടെ വിലയ്ക്ക് കൊടുക്കാം. വേറെ 1,30,000 രൂപ കൊടുക്കാം. 1,30,000 കൊടുക്കാം. 1,30,000 കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് XUV 500 2012 ഡിസംബർ വണ്ടിയാണ്. ഡിസംബർ വരെ പേപ്പറുള്ള, അതായത് 2027 ഡിസംബർ വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന W8 ഫുൾ ഓപ്ഷൻ ആണ്. അലോയ് വീൽ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. എന്നാൽ ചെറിയ പെയിന്റ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റിയ വണ്ടി. ഇത്രയും വലിയ വണ്ടി നമ്മൾ വളരെ ചെറിയ വിലയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെടുത്ത് ചെറിയ രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്താൽ മതി. നോർമലി ഒരു 2012 വണ്ടിക്ക് ഒരു 4 ലക്ഷം രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. ടയറെല്ലാം പുതിയത്, വണ്ടി പേപ്പർ എല്ലാം ക്ലിയർ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. W8 ടോപ്പിന്റെ അലോയ് വീൽ അടക്കം വരുന്ന വണ്ടി. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാറുണ്ട്. കാര്യം നമ്മളൊരു സാധാരണ ഒരു സൈലോ വാങ്ങിക്കുന്ന വിലയ്ക്ക് നമുക്കൊരു XUV 500 വാങ്ങിക്കാം. 2012 വണ്ടി വെറും 2,35,000 തരാം. വെറും 2,35,000 രൂപയ്ക്ക് 2012 XUV 500 ആണ്. ചെറിയ വർക്കുകളൊക്കെ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. വലിയ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. W8 എഞ്ചിനൊക്കെ പക്ക. അതെ അതെ, നിലവിൽ കാട്ടാക്കടത്ത് ഒരു കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഫാൻസി നമ്പറുണ്ട് KL 74. അതെ, ഓക്കെ. നെക്സ്റ്റ് ഹുണ്ടായി i10 2013 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പിൽ വണ്ടി. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വൈറ്റ് കളർ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. അത് ചെയ്ത് കൊടുക്കും കേട്ടോ, അത് നോക്കണ്ട. എല്ലാം ചെയ്ത് കൊടുക്കും, നല്ല ക്ലീൻ ആക്കി കൊടുക്കും. നല്ല ക്ലീൻ വണ്ടി. ടയർ കണ്ടീഷൻ ഒക്കെയാണ്. അതുപോലെ തന്നെ ലെതർ സീറ്റ് ഉണ്ട്. അതെ അതെ അതെ, സീറ്റ് ഓർ ഇന്ത്യയിൽ എല്ലാം കൊള്ളാം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. പക്ക വണ്ടി. 2013 മോഡല് നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 1,75,000 രൂപ കൊടുക്കാം. ഒരു 1.5 വരെയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. 25,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് വാഗണാർ 2016 മോഡൽ LXI വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന 72,000 കിലോമീറ്റർ. ബോഡിയൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ട്രിവാൻഡ്രം വണ്ടി അല്ലേ? ട്രിവാൻഡ്രം വണ്ടി, 72,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിൽ. ഓക്കെ, VXI വേരിയന്റ് അല്ലേ? LXI ആണ്. LXI ആണ്, 2 ഡോർ പവറിന്റെ. പിന്നെ അഡീഷണൽ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തേക്കുന്നത്. അതെ അതെ അതെ, നമുക്കിതൊരു കസ്റ്റമറിന് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല വൃത്തിയൊക്കെ ഉണ്ടല്ലോ കാണാനായാലും. ഒരു 80% ടയർ ഉണ്ട്. അതെ അതെ അതെ, വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ഒരു കസ്റ്റമറിനെ കൊണ്ടുപോകാൻ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഫിനാൻസും കയറും കേട്ടോ മാക്സിമം. എങ്ങനെയാ പ്രൈസ്? ഇത് നമുക്ക് ഫൈനലിൽ ഒരു 3 ലക്ഷം രൂപ കൊടുക്കാം. നമുക്കൊരു 2.5-2.25 ഫിനാൻസും കയറും. ടാറ്റ നെക്സോൺ 2023 ആണ്. 23 ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. 70,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്, അലോയ് വീലൊക്കെ വരുന്ന മോഡൽ. XM അലോയ് വീലൊക്കെ വരുന്ന മോഡലാണ്. ഒന്നുമില്ല. റീപ്ലേസ് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഇല്ല. ഫുള്ള് കമ്പനി സർവീസ് ആണ്. അടിപൊളി വണ്ടിയാണ്. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 6 ഗിയർ ആണ്. നല്ല അടിപൊളി വണ്ടിയാണ്.
പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ പിന്നെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,35,000 രൂപ മാക്സിമം ഫുൾ ഓൺ തന്നെ കയറും. 2023 ഡീസൽ ഏകദേശം 11-11.5 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. ഓക്കെ, ഇവിടെ 6,35 ഫൈനൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് 2 എക്സെന്റ് അല്ലേ? 2 എക്സെന്റ് 2014 2015 രണ്ടും പെട്രോൾ വണ്ടിയാണ്. ഇതാണെങ്കിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ്, അടിപൊളി കണ്ടീഷൻ വണ്ടി, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ട്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സീറ്റ് കാര്യങ്ങളെല്ലാം പക്ക. ടയർ 90% ടയർ ഉണ്ട് അല്ലേ? അതെ അതെ അതെ, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 45,000 കിലോമീറ്റർ ആണ്, കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ്? ഇത് വരുമ്പോൾ നമുക്ക് 3,50,000 രൂപ. ഇത് 2014 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി, അതായത് അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടിയാണ്. ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ക്ലൈമറ്റോണിക് AC അടക്കം, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പ് എൻഡ് വണ്ടി, 14 മോഡൽ. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഓക്കെ, ഫ്രണ്ട് കുറച്ച് കൊള്ളാം. നല്ല കളറൊക്കെ നല്ലൊരു അടിപൊളി ബ്ലൂ കളറിൽ വരുന്ന വണ്ടിയാണ്. എങ്ങനെ അതിന്റെ പ്രൈസ്? ഇത് നമുക്ക് ഫൈനൽ ഒരു 3,10,000 രൂപ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് i10 ഓട്ടോമാറ്റിക് ആണ്. 2012 നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻക്വയറി ഉള്ളവർക്ക്, അല്ലെങ്കിൽ i10 ഓട്ടോമാറ്റിക് വേണമെന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി, അതും ബഡ്ജറ്റ് റേഞ്ചിൽ 2012 മോഡൽ സ്പോർട്സ് വേരിയന്റ് അല്ലേ? അതെ, സ്പോർട്സ് വേരിയന്റ്, 70,000 കിലോമീറ്റർ. വണ്ടിയാണ്. അതെ അതെ, നല്ല അടിപൊളി വണ്ടിയാണ്. ഫാൻസി നമ്പറാണ്, 0201 ആണ് നമ്പർ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. VVT എഞ്ചിനാണ് വരുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് വരുമ്പോൾ 2,25,000 കൊടുക്കാം. 2,25. ഫിനാൻസ് കയറുമോ? ഫിനാൻസ് കയറും. 1 വർഷത്തേക്ക് കയറുള്ളൂ അല്ലേ? മാക്സിമം 1 വർഷം. അടവ് കൂടുതലായിരിക്കും. അതെ. ഫോർഡ് ഫിഗോ 2012 1,10,000 കിലോമീറ്റർ, നല്ല ക്ലീൻ വണ്ടി, അടിപൊളിയാണ് കേട്ടോ. ഓടിക്കാനൊക്കെ നല്ല പക്കാ കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. ഡീസലാണ്. കമ്പനി സർവീസ്, സെക്കൻഡ് ഓൺഷിപ്പ്, റീപ്ലേസ് ഒന്നുമില്ല. നല്ല ബോഡി, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഷേപ്പ് ഒക്കെ നല്ല വേരിയന്റ് EXI വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന മോഡൽ. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ, ഇതിന് മൈലേജ് ഏകദേശം ഒരു 18 to 20 മിനിമം മൈലേജ് കിട്ടും. പിന്നെ നല്ല ബോഡി ക്വാളിറ്റിയാണ്, നല്ല പവറാണ്, വണ്ടി ഓടിക്കാൻ നല്ല കണ്ടീഷനാണ്. ഓക്കെ, എങ്ങനെയാ പ്രൈസ്? ഇത് 1,45. അപ്പോൾ നെക്സ്റ്റ് മാരുതി ഇഗ്നിസ്, ഒരുപാട് പേര് ചോദിക്കുന്ന വണ്ടിയാണ്. അതെ അതെ, 2019 മോഡല്, നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ഡെൽറ്റ വേരിയന്റ്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. മാനുവൽ അല്ലേ വണ്ടി? അതെ, മാനുവൽ വണ്ടിയാണ്. ഓക്കെ, വണ്ടി വേറെ സ്ക്രാച്ച് ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടി. കണ്ടീഷൻ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീയർ മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരും. നല്ല വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. നമുക്ക് ഇഗ്നിസിൽ ഒരുപാട് എൻക്വയറി വന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്ന്, ഇത് 5 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണല്ലോ. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. i20 2016 മോഡൽ, പെട്രോൾ ആണ്, സെക്കൻഡ് ഓൺഷിപ്പിൽ. നിലവിൽ 67,000 കിലോമീറ്റർ, മാഗ്ന വേരിയന്റ് പെട്രോൾ വണ്ടി. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്. ടയറൊക്കെ ആവറേജേ ഉള്ളൂ. ഇന്ത്യയിലൊക്കെ നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം സൂപ്പർ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റീയർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മാഗ്നാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ അതെ, ടയർ ഫ്രണ്ടിൽ പുത്തൻ കിടപ്പുണ്ട് കേട്ടോ. അതെ അതെ, ഫ്രണ്ട് പുതിയ ടയറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് വരുമ്പോൾ നമുക്ക് 4,45,000 രൂപ കൊടുക്കാം. 4,40,000, 4 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ശരി. അപ്പോൾ നെക്സ്റ്റ് സ്കോർപിയോ 2008 മോഡൽ. ഒരുപാട് പേര് നടക്കണതാണ് സ്കോർപിയോ. അപ്പോൾ ആ സ്കോർപിയോ കുറച്ച് മോഡിഫൈ ചെയ്ത അടിപൊളി ഒരു ലുക്ക് വണ്ടി, അതും ഒരു വെറൈറ്റി കളറിൽ, നല്ലൊരു അലോയ് വീലും ടയറും ഒക്കെ ഇട്ട് നല്ല മോഡിഫൈ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അലോയ്സ് ഒക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ടയർ കണ്ടീഷൻ കൊള്ളാം. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് ഇതിന്റെ ടയറും അലോയും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വണ്ടി ഭയങ്കര വലിപ്പം പോലെ തോന്നുന്നുണ്ട്. അതെ, പിന്നെ കുറച്ച് ചെറിയ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്ത വണ്ടി. പ്രൈസ് 2,95 കൊടുക്കാം. 295. എഞ്ചിൻ CRD ആണ്. CRD വണ്ടി. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം.
പോളോ 2018 മോഡൽ, പെട്രോൾ, സിംഗിൾ ഓണർ, ഹൈലൈൻ വണ്ടി, ഫുൾ ഓപ്ഷൻ. ഹൈലൈൻ ആണല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഹൈലൈൻ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ്. ഇന്റീരിയർ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ് വീൽ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പുത്തൻ ടയർ, ആൻഡ്രോയിഡ് സീരി അടക്കം എല്ലാം കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. ക്ലൈമറ്റോളിക് AC കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് AC, പവർ സ്റ്റിയറിംഗ്, റിമോട്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ, മാക്സിമം ലോണും കിട്ടും കേട്ടോ ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ. 2018 മോഡലല്ലേ? ഇവിടെ പോളോ പെട്രോളിന് 15 മൈലേജ് കിട്ടും. ഇത് കാണാനും നല്ല വെറൈറ്റി ലുക്ക്, വെറൈറ്റി കളറുമാണ്. എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്കൊരു 540 കൊടുക്കാം. 540. അവിടെ 575 ഒക്കെ ഇട്ടിരുന്നത് 540 കൊടുക്കാം. ഓഫറാണ്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എത്ര കയറും? 5 രൂപ കയറുന്നതിൽ കയറും. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ? കാണിച്ചതല്ല, ഒരുപാട് വണ്ടികൾ വേറെ കിടപ്പുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വേറെ 3 ബ്രാഞ്ചസ് ഉണ്ട്. ട്രിവാൻഡ്രം, ചാക്കയിലും, പാറശാലയിലും, കൊച്ചിയിലും ഒക്കെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും, അപ്പോൾ ഏത് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ, അടുത്തൊരു വീഡിയോ കാണാം.